കേരളത്തിൽ ഇപ്പോൾ സിസേറിയൻ കൂടുതലാണോ? പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യ സിസേറിയൻ ഇപ്പോൾ കഴിഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും ഡോക്ടർ പറഞ്ഞില്ല. എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അല്ല അത് സിസേറിയൻ കൂടുന്നുണ്ടോ? അല്ല അതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വിഷയമല്ല, എന്നാലും പ്രതികരിക്കാം. എനിക്ക് ഡോക്ടർ ഷായും പ്രതികരിക്കുമായിരിക്കും. അതെ അതെ എൻ്റെ ഇത് പറയാം. അതായത് കേരളത്തിൽ ഇപ്പം സിസേറിയൻ്റെ എണ്ണം WHO റെക്കമെൻഡിനേക്കാളും ശകലം കൂടുതലാണ്. WHO റെക്കമെൻഡിനേക്കാളും കുറച്ച് കൂടുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഇപ്പോൾ ഒരാളിൻ്റെ വെച്ച് പറയാൻ പറ്റത്തില്ല. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 അതനുസരിച്ച് കേരളത്തിൽ സിസേറിയൻ കൂടുന്ന ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണം. അത് പ്രോപ്പർ ഇൻഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഗൈനക്കോളജിസ്റ്റുകളായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് കുറച്ചുകൂടെ അത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. പക്ഷേ ഇത് പല മൾട്ടി ഫാക്ടോറിയലാണ്. ഡോക്ടർമാർ ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് പേഷ്യൻസ് ഇത് ആവശ്യപ്പെടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ ഇന്ന നാളിൽ കുട്ടിയെ പുറത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പെട്ടു. മറ്റൊരു പ്രശ്നം ഞാൻ പറയാം. സോഷ്യൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ മെറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി ഒക്കെ വളരെ വളരെ കുറവാണ്. ഇപ്പം ഏതാണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ നിലയിലേക്ക് നമ്മൾ താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് എവരി ഡെത്ത് ഒരു അഗ്രഷൻ ഉണ്ടാവും. ഒരു കുട്ടിയോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആശുപത്രി തല്ലിപ്പൊട്ടിക്കുക, അതൊരു ഒരു ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകും. ഒരു യുദ്ധഭൂമിയായിട്ട് ആശുപത്രി മാറുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ കേട്ടല്ലോ. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ഡോക്ടർമാരുടെയും ആശുപത്രിയുടെയും സമൂഹത്തിൻ്റെയും നിലപാടാണ്. പലപ്പോഴും പേഷ്യൻസ് തന്നെ ആവശ്യപ്പെടുന്നത് റിസ്ക് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു വശത്തെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു വിഷയം പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. എനിക്കതിൽ പറയാനുള്ള, എനിക്ക് തോന്നുന്ന ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അതായത് മോഡേൺ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഹോസ്പിറ്റലായാലും ഡോക്ടേഴ്സ് ആയാലും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ലാന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഈ രൂപപ്പെട്ട് വരുന്നത് ഒന്ന് വ്യക്തികളുടെ ആവശ്യം ഉണ്ടാവും. ഇത് ഈ ഒരു ഡെലിവറി നടക്കുമ്പോൾ അതിന്റെ പെയിനും കാര്യങ്ങളും അതിന്റെ സഫറിങ്സ് എല്ലാം ഒരാൾ മാത്രം, ഒരു പേഴ്സൺ മാത്രം അനുഭവിക്കുകയും മറ്റേ ആള് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നിടത്ത് ഇപ്പൊ ആ വ്യക്തിക്ക്, ആ അമ്മയ്ക്ക് തോന്നും അവർക്ക് പെയിൻ കുറവായിട്ട് വേണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവും. അവർക്ക് ഏറ്റവും സുഗമമായിട്ട് ഒരു പ്രസവം നടത്തണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ താല്പര്യം വരുന്ന സമയത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ MMR-ഉം IMR-ഉം ഒക്കെ വളരെ കുറഞ്ഞ നിരക്കാണ് കേരളത്തിലുള്ളത്. നമ്മളൊരു സ്കാൻഡിനേവിയൻ സ്റ്റാൻഡേർഡ് ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ഡെത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഇടിവുണ്ടാവും ആ ഗ്രാഫില്. അപ്പൊ അതൊരു കെയോട്ടിക് സിറ്റുവേഷൻ ആവും. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു എന്തുവാ അതിന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും, ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ടായിരിക്കണം ഈ ഒരു സിസേറിയന്റെ തോത് ഇച്ചിരി കൂടിയിട്ടുള്ളത്. അപ്പൊ അതില് ആ ചോദ്യകർത്താവിന്റെ ആ ചോദ്യത്തിന്റെ ലാക്ക് ഞാൻ ഉൾക്കൊള്ളുന്നു. ചിലപ്പോൾ ഉണ്ടാവാം, തള്ളിക്കളയാനൊന്നും പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതുപോലെ